ഹലോ നമസ്കാരം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. കൂടെ എന്നത്തെയും പോലെ യാത്രകൾ മനോഹരമാക്കാൻ പ്രിയപ്പെട്ടവരൊക്കെ തന്നെയുണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഇത്തവണത്തെ യാത്ര. മോറോവർ ഇറ്റ്സ് മൈ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത്, എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറയാം. അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും ഒക്കെ പറയാം. അപ്പോൾ ഞങ്ങളുടെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഞങ്ങളെത്തിയത് ടെർമിനൽ 1-ൽ. ഞങ്ങളങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള 1-2 ക്ലിപ്പിങ്സ് ഇല്ലാതെ എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഇൻഡിഗോയിലാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് സൺറൈസ് ആവുന്നതേ ഉള്ളൂ, ഏർലി മോർണിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫ്ലൈറ്റിലോട്ട് കയറി. ഞങ്ങളുടെ സീറ്റൊക്കെ ഒത്തിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് വേറിട്ട സ്ഥലങ്ങളിലൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരും സെറ്റിലായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ബാംഗ്ലൂർ ടു ബാഗ്ഡോഗ്രയിലോട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് നമ്മുടെ കാർമേഘങ്ങൾക്കിടയിലൂടെയും മുകളിലൂടെയും ഒക്കെ പറന്ന് ഏകദേശം നമ്മൾ എത്താറായിരിക്കുന്നു. അങ്ങനെ അവിടെ കുറച്ച് ക്ലൗഡി ആയിരുന്നു, പിന്നെ കുറച്ച് റെയിനിയാണ്. ഇപ്പം അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്ന സമയമാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലൗഡി ആയിരുന്നു. അല്ലെങ്കിൽ നല്ല ക്ലിയർ സ്കൈസിലാണെങ്കിൽ നമുക്ക് ഹിമാലയൻ ഫൂട്ട് അതുപോലെ തന്നെ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസൊക്കെ കാണാൻ പറ്റും ഈ ഒരു ഫ്ലൈറ്റിൽ നിന്ന്. പക്ഷേ അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ബിക്കോസ് എയർപോർട്ട് വെസ്റ്റ് ബംഗാളിലുള്ള ഒരു എയർപോർട്ടാണ്. ഒരു സിവിലിയൻ മിലിറ്ററി എയർപോർട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് സിലിഗുഡി, സിക്കിം, ഡാർജിലിംഗ്, ഭൂട്ടാൻ ഇവിടേക്കൊക്കെ നമുക്ക് വളരെ നിയർ ബൈ ആയിട്ടുള്ള ഒരു എയർപോർട്ട് കൂടെയാണിത്. വളരെ ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ. ഒരു മിലിറ്ററീൻ്റെ അണ്ടറിലാണെന്ന് പറയാം. ഇവിടെ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. പക്ഷേ എന്നാലും നമ്മളുടെ അത്യാവശ്യം ക്ലിപ്പിങ്സൊക്കെ അവിടെ നമുക്കൊന്ന് നമുക്ക് പോകാനുള്ളത് ഭൂട്ടാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ എയർപോർട്ട് ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്ന് ഏകദേശം 4 to 5 hours ജേണിയാണ്. 160 to 170 kilometers ഡ്രൈവ് ഉണ്ട് അവിടത്തേക്ക് കേട്ടോ. നമ്മുടെ ഈ ഒരു യാത്ര കംപ്ലീറ്റ് ഒരു പാക്കേജാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ യാത്ര ചെയ്യാനുള്ള വെഹിക്കിൾ റെഡി ആയിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വെഹിക്കിളായിരുന്നു. അപ്പോൾ യൂഷ്വലി നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിനോട് സാമ്യമുള്ളതേ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ തന്നെയാണ്. കുറച്ചൊരു ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ ഉള്ളൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വാഹനത്തിൽ കയറി യാത്ര ചെയ്ത് തുടങ്ങിയാണ്. നമ്മുടെ വെസ്റ്റ് ബംഗാളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ബോർഡിൽ നമ്മുടെ ഡാർജിലിങ്ങിലേക്കുള്ള ദൂരം കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ആഗ്രഹം അങ്ങോട്ട് പോയിക്കോളാം എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിവേ നമ്മൾ യാത്ര ചെയ്ത് ഏകദേശം ഒരു ഉച്ചയാവാറായി കേട്ടോ. നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. ഇവിടുത്തെ ഭക്ഷണമൊന്നും ഒട്ടും ഇവിടുത്തെ ഭക്ഷണം കാര്യമായിട്ട് നല്ലതല്ല. തിരിച്ചു വരുന്ന സമയത്ത് ഇതേ റെസ്റ്റോറൻറ്റിലാണ് നമ്മളെ ഡ്രൈവർ നമുക്ക് സജസ്റ്റ് ചെയ്തത്. പക്ഷേ ഞങ്ങൾ വേറൊന്ന് സെർച്ച് ചെയ്ത് അവിടെ തൊട്ടാണ് പോയത് കേട്ടോ. പക്ഷേ അത് നല്ല ഭക്ഷണമായിരുന്നു, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ബംഗാളിലെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടും കഥകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടുകൊണ്ടും നല്ല രസമായിട്ടുള്ള യാത്രയായിരുന്നു. യാത്രയിൽ വളരെ കൗതുകം തോന്നിയ ഒരു കാഴ്ചയാണ് ഈ ഒരു ടീ എസ്റ്റേറ്റ്സ് കേട്ടോ. ഒത്തിരി ടീ എസ്റ്റേറ്റ്, ബസാർ, ഹസിമാര എന്നൊക്കെ പറയുന്ന ടീ എസ്റ്റേറ്റ്സ് അതിൻ്റെ പേരുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഒരുപാട് കൗതുകം തോന്നി. കാരണം നമ്മൾ സാധാരണ കാണുന്ന ഒരു ഹില്ലി റീജിയൻസ് അല്ലാത്ത സ്ഥലത്ത് ടീ എസ്റ്റേറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെയിൻറ്റിങ് പോലെ തോന്നുന്ന രീതിയിൽ അതിമനോഹരമായിരുന്നു ആ ഒരു കാഴ്ച. പിന്നെ നമ്മൾ പോകുന്നത് മോസ്റ്റ് ഓഫ് ദ റീജിയൻസ് ആക്ച്വലി ഈ ജൽദാപ്പാറ നാഷണൽ പാർക്കിൻ്റെ ഭാഗത്തിലൂടെയാണ് പോകുന്നത്. അതിലൂടെ ഒഴുകുന്ന മെയിനായിട്ടുള്ള ഒരു നദിയാണ് തോർസ നദി കേട്ടോ. ഇത് നമ്മൾ പോകുന്ന ഭൂട്ടാനിൽ നിന്ന് ഉത്ഭവിച്ച് വെസ്റ്റ് ബംഗാളിലൂടെ ഒഴുകിയതിന് ശേഷം ബംഗ്ലാദേശിലേക്ക് പതിക്കുന്ന ഒരു നദിയാണ്. ജൽദാപ്പാറ നാഷണൽ പാർക്കിലെ മെയിനായിട്ടുള്ളൊരു വാട്ടർ സോഴ്സ് കൂടിയാണ് ഇത്. അങ്ങനെ ശരിക്കും ഏകദേശം ഒരു ഈവനിങ് സൺസെറ്റിൻ്റെ സമയത്തൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ടീ എസ്റ്റേറ്റിൻ്റെ ഭാഗത്തിലൂടെ ഒരുപാട് മൈൽസ് ആൻഡ് മൈൽസ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ അതിലൂടെ കടന്നു പോകുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാഴ്ചയും വളരെ വേറിട്ടൊരു കാഴ്ച തന്നെയായിരുന്നു. നമ്മൾ പോകുന്ന ഈ സമയം ശരിക്കും വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷൻ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ചെക്കിങ്ങും റെസ്ട്രിക്ഷൻസും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ പക്ഷേ ട്രാഫിക്കും കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു നമുക്കങ്ങനെ എഫക്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അതൊക്കെ വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നത്. കാരണം ഒത്തിരി സിറ്റി അല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ബോർഡർ ഭാഗത്തോട്ടാണല്ലോ. ഇത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു സൺസെറ്റിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ
ഇതിൽ എവിടെയോ ഒരു ക്ലിപ്പിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ എനിക്ക് പറ്റിയത്. നമ്മൾ നമ്മുടെ ഭൂട്ടാൻ ഇൻ്റർനാഷണൽ ബോർഡറായിട്ടുള്ള ജയ്ഗാവോൺ ടൗണിലെത്തിയിരിക്കുന്നു. നമ്മുടെ ഗൈഡാണ് ത്രൂ ഔട്ട് ദ ജേണി. ഈ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും. അദ്ദേഹം നമ്മളെ വെൽക്കം ചെയ്യാണ്, നമുക്ക് വേണ്ടുന്ന അത്യാവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുവാണ് കേട്ടോ. ഈ ഒരു ചെറിയൊരു ഇത് ക്രോസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഭൂട്ടാൻ ഫുൻഷോലിംഗ് എന്ന് പറയുന്ന സ്ഥലത്തെത്തും കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ സെക്യൂരിറ്റി റീസൺസ് കാരണം നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നടന്ന് വേണം ഈ ബോർഡർ ഒന്ന് ക്രോസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഭൂട്ടാനിലേക്ക് പോകാൻ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഫസ്റ്റ് തിങ് നമുക്ക് വേണ്ടത് ഒരു 6 months വാലിഡിറ്റിയെങ്കിലും ഉള്ള പാസ്പോർട്ട് വേണം. അത് നിർബന്ധമാണ്. അതില്ല എങ്കിൽ സെക്കൻഡ് ഓപ്ഷൻസ് നമ്മുടെ ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഭൂട്ടാനിൽ യാത്ര ചെയ്യാം. നോ വിസ ഫ്രീ കൺട്രിയാണ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വളരെ സമാധാനപരമായിട്ടുള്ള നമ്മുടെ ഭൂട്ടാൻ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നു കേട്ടോ. സോ നമ്മുടെ ഇമിഗ്രേഷൻ ഇവിടെ വന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ലാൻഡ് ചെയ്യുന്നതാണ് ഭൂട്ടാൻ. അപ്പോൾ വെൽക്കം ടു ഭൂട്ടാൻ. ഇനി അങ്ങോട്ട് നമ്മുടെ ഭൂട്ടാനിലെ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ എന്തൊരു ഡിഫറൻസ് ആണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ജയ്ഗാവോൺ ആൻഡ് ഫുൻഷോലിംഗ് സെയിം പ്ലേസ് ആണ്, ബട്ട് ഓൺ ഈതർ സൈഡ് ഓഫ് ദ ഇൻ്റർനാഷണൽ ബോർഡർ. ഇപ്പോൾ ഫുൻഷോലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂട്ടാൻ ടൗൺ, ജയ്ഗാവോൺ ഇന്ത്യൻ ടൗൺ ആണ് കേട്ടോ. വെസ്റ്റ് ബംഗാളിലുള്ള ഒരു ടൗണാണത്. അപ്പോൾ നമ്മുടെ ഗൈഡാണിത്. ത്രൂ ഔട്ട് അദ്ദേഹമാണ് ഉണ്ടാവുന്നത്. പിന്നെ ഈ ഡ്രൈവർ നമുക്ക് ഇപ്പം അവിടുന്ന് വന്ന ഡ്രൈവർ തന്നെയാണ്. നമുക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്ന് കിട്ടിയ ഡ്രൈവറാണ്. ഡ്രൈവർ മാറിയിട്ട് ഇവിടുത്തെ ഒരു ഡ്രൈവർ നമ്മളിനി ഗൈഡ് ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ് കേട്ടോ. സോ ദിസ് ഇസ് ഫുൻഷോലിംഗ്. ഭൂട്ടാനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് പീസ്ഫുൾ കൺട്രിയാണ്. നോ ക്രൗഡ്, നോ ഹോങ്കിങ്, നോ ത്രാഷ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ നീറ്റായിട്ടുള്ള ഒരു പ്ലേസാണ്. അതുപോലെ തന്നെ 70% ഓഫ് ദ കൺട്രി കവേർഡ് ബൈ ലഷ് ഫോറസ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സമാധാനപരമായിട്ടുള്ള ശ്വസിച്ച് ജീവിക്കാനുള്ള ഓക്സിജൻ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മെയിൻ സക്സസ് മന്ത്ര എന്ന് പറയുന്നത്, നമ്മുടെ ഒരു സക്സസ് മെയിൻലി നമ്മൾ മെഷർ ചെയ്യുന്നത് GDP ആണെങ്കിൽ അവിടെ GNH ആണ്, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്. സോ ഹാപ്പിനെസ്, ബീയിങ് ഹാപ്പി, അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. ബേസിക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അതുപോലെ ഹെൽത്ത് കെയർ ഫ്രീ ആണ്. അങ്ങനെയുള്ള ഒരുപാട് നല്ല ഫെസിലിറ്റീസ് നമ്മുടെ ഭൂട്ടാനിലുണ്ട്. പിന്നെ ഇവിടുത്തെ ലോക്കൽസൊക്കെ ആണെങ്കിലും വളരെ ഫ്രണ്ട്ലിയാണ്. ഒരുപാട് പീസ്ഫുൾ മൊണാസ്ട്രീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിനി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള വീഡിയോസിലൊക്കെ അതൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ റൂമിലോട്ട് ചെക്ക് ഇൻ ചെയ്യുവാണ്. വളരെ മനോഹരമായിട്ടുള്ള, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ വേറെ പ്രോഗ്രാംസ് ഒന്നും തന്നെ നമുക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്നൊരു ലോക്കലായിട്ടുള്ള ആ ഒരു ഭൂട്ടാൻ കാണാനുള്ള ഒരു ആവേശം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. ജസ്റ്റ് ഒന്ന് റൂമിലുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇതിപ്പം ഞങ്ങൾക്ക് പുറമേക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഓരോ റൂമിനും ഓരോ വ്യൂ ആണ്. സോ ഇവിടെ കാണുന്നത് നമ്മൾ സിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ഇന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി വരുമ്പോഴേക്കും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ അവിടുത്തെ ആ ലോക്കൽ ഷോപ്പിങ്ങിലും കാര്യങ്ങളൊക്കെ വന്നതാണ്. ഒത്തിരി അങ്ങ് ക്രൗഡഡ് അല്ല കേട്ടോ ഇവിടെയൊന്നും. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിലും നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ കറൻസി അവിടെ ആക്സെപ്റ്റഡ് ആണ്. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നമുക്ക് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഡിഷില്ലേ ഇമാദാക്ഷി കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇമാദാക്ഷികൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റം നോക്കിയാൽ ഈ ഒരു വെഹിക്കിൾ മാത്രമാണ് ശബ്ദം ഉണ്ടാക്കുന്നത് ഞാൻ കേട്ടത് കേട്ടോ. 7 days അവിടെ താമസിച്ചിട്ട് ആ വേസ്റ്റൊക്കെ കളക്ട് ചെയ്യുന്ന രീതിയൊക്കെ കണ്ടില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ എവിടെയും ഒരു ത്രാഷോ കാര്യങ്ങളോ ഒന്നും നമുക്കവിടെ കാണാനില്ല. ഇവിടുത്തെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾ മാർക്കറ്റൊക്കെയാണ് ഇത്. അവിടെ കണ്ടിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ചുയിങ്കം പോലെ കാണുന്ന ആ കാര്യങ്ങളൊക്കെ ആ ഒരു ഇവിടുത്തെ ഒരു ചീസാണ്. അപ്പോൾ അതൊക്കെ ഇനി ഉള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്ന് ഈ ഒരു കാഴ്ചകൾ തന്നെയാണ്, ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു പ്രെയർ വീൽ ഇങ്ങനെ കറക്കുന്നത്. ആക്ച്വലി ഞാനതിൻ്റെ മുകളിൽ കറക്കാൻ നോക്കി, സോ ഹെവിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ റെയിലിങ്സ് പിടിച്ച് എന്നെയും കൊണ്ട് അങ്ങ് പോവുകയാണത്.
അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ വരുന്നത്. അതിമനോഹരമായിട്ടുള്ള കുറേ വീഡിയോസ് ഇനി വരുന്നുണ്ട്, നമ്മുടെ ഭൂട്ടാനിലെ കാഴ്ചകൾ. അപ്പോൾ വളരെ പീസ്ഫുള്ളായിട്ടുള്ള സ്ട്രീറ്റ്സാണ്, ക്രൗഡഡേ അല്ല. അതുപോലെ ഈ വരുന്ന ഒരു വെഹിക്കിൾ പോലും ഒരു ശബ്ദവും ഉണ്ടാക്കാതെയാണ് വരുന്നത്. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെയാണ് അവിടുത്തെ ഒരു കണ്ടീഷൻ. ഞങ്ങൾ ഒറ്റൊരു തവണയാണ് അവിടെ ഒരു ഹോങ്കിങ് സൗണ്ട് കേട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മുടെ ഡിന്നറിൻ്റെ ടൈം ആയപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു. കാരണം അവിടെ എല്ലാത്തിനും കറക്റ്റ് ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുകൊണ്ട് നമ്മൾ അവിടെ വന്നു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി നമുക്കിഷ്ടമുള്ളത് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കങ്ങനെ ഒരു പ്രോബ്ലംസ് ഒന്നും വരില്ല. യൂഷ്വലി നമ്മൾ നമ്മുടെ എന്താ പറയുക, വെളിച്ചെണ്ണ മാത്രമൊക്കെ ഉപയോഗിച്ച് ശീലമുള്ളവരൊക്കെ ആണെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഒബ്വിയസ്ലി അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാം, നമുക്ക് സ്റ്റമക്ക് അപ്സെറ്റുകൾ. പക്ഷേ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഇവിടെ അടുത്തുള്ള ഒരു മൊണാസ്ട്രിയിൽ വന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ പ്രെയർ വീൽസ് തന്നെയാണ് കേട്ടോ ത്രൂ ഔട്ട്. ഇത് വേറൊരു മൊണാസ്ട്രിയാണ്. ഞങ്ങൾ നേരത്തെ വന്നത് ജസ്റ്റ് ഒരു പ്രെയർ വീൽ മാത്രമായിരുന്നു. ഇവിടെ ഇപ്പം മൊണാസ്ട്രി ഇവിടെ ക്ലോസ്ഡ് ആണ്, ബിക്കോസ് ഒത്തിരി ലേറ്റ് ആയില്ലേ, അപ്പോൾ അതുകൊണ്ട് അത് ക്ലോസ്ഡ് ആണ്. എന്നാലും അവിടുത്തെ ലോക്കൽസൊക്കെ അവിടെ വരികയും ഈ പറയുന്ന പോലെ ജപമാലയൊക്കെ പിടിച്ച് ഇവർ ജസ്റ്റ് ഒരു വാക്കിങ്ങിന് വരുന്നത് പോലെ വന്ന് ഇതിനെ പ്രദക്ഷിണം വെച്ച് കുറേ സമയം അവിടെ ഇരുന്നു. ഇങ്ങനെ സംസാരിച്ചും അങ്ങനെ ഒക്കെയാണ് അവിടുത്തെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ജീവിതചര്യ തന്നെ അങ്ങനെയാണ്. വളരെ പീസ്ഫുള്ളി, വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതുതന്നെയാണ് അവരുടെ ഒരു സക്സസ് മന്ത്ര എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളും കുറച്ച് സമയം നല്ല ഒരു ചെറുതായിട്ടുള്ളൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് സമയം ഇരുന്നു, കുറച്ച് അവിടെ ഒന്ന് പ്രദർശനമൊക്കെ വെച്ചു. അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ റൂമിലോട്ട് തന്നെ പോവുകയാണ്. കാരണം നമുക്ക് നാളെ രാവിലെ തന്നെ യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇവിടുത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാം ഒരുപോലെയുള്ള ബിൽഡിങ്സാണ്. അതിനെല്ലാത്തിനും തന്നെ ഇതുപോലെ ഈ സ്ലാൻഡിങ് റൂഫ്സ് ഉള്ള ബിൽഡിംഗ് ആയിരിക്കും കേട്ടോ. ഇവിടെ ഹോസ്പിറ്റൽസ് ആണെങ്കിലും എനി ബിൽഡിംഗ്, സ്കൂൾസ് ആണെങ്കിലും എല്ലാം ഒരുപോലെ ഇരിക്കും കേട്ടോ. ഈ ബിൽഡിങ്സൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ കാണാൻ. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും നല്ല ഭീകരമായിട്ടുള്ള മഴയായിരുന്നു, ഹെവി റെയിനാണ് കേട്ടോ ശരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് ഭൂട്ടാൻ്റെ കാഴ്ചകളാണ്, അതിഗംഭീരമായിട്ടുള്ള ഭൂട്ടാനിലെ കാഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.